ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയ കുട്ടി വ്ളോഗ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നേരമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ആക്കണേ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് ആദ്യം എൻ്റെ പരിപാടി കുറച്ച് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. ആദ്യം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലകത്ത് എന്തെങ്കിലും ഒരു നല്ല വാസനയുള്ള ഒന്നില്ലേ, ചിലപ്പോൾ ഞാൻ എയർവിക്ക് അടിക്കും, ചിലപ്പോൾ ഞാൻ എയർവിക്ക് അടിക്കത്തുള്ളൂ. കാരണം എനിക്ക് എൻ്റെ സ്മെല്ല് അത്രയും അങ്ങോട്ട് സൂഹിക്കത്തില്ല. ചന്ദനത്തിരി നല്ല ചന്ദനത്തിൻ്റെ തിരിയില്ലേ, ചന്ദനം, ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് കത്തിച്ച് വെക്കും. നല്ല ഫ്രഷ്നെസ് ആണ് നമുക്കപ്പോൾ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ കിച്ചണിൽ പണിയെടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് എനിക്കൊരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തും കാലത്തും പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം 10 മണിയാകുമ്പോൾ ഓടണം. അപ്പം ആദ്യം രാവിലത്തെ മീൽസ് പ്ലാൻ പ്രകാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി, മുട്ട റോസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ചിന് ഫിഷ് ഫ്രൈ, ചോറ്, മീൻകറി, തോരൻ എന്തെങ്കിലും. അപ്പം പാച്ചുക്കുട്ടിക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ഫിഷ് ഫ്രൈ ഞാൻ കൊടുക്കും. മറ്റേ നമ്മുടെ ഇതില്ലേ, വറ്റ, അങ്ങനെയുള്ള വലിയ കഷ്ണം മീനാണെങ്കിൽ കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കാറില്ല. ചിക്കനൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് അലൗഡാണ്, കുഴപ്പമില്ല. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പാച്ചൂസിന് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഈ സെയിം ഇത് തന്നെ മതി എന്ന് പറഞ്ഞു, ചപ്പാത്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ വേഗം തന്നെ എൻ്റെ പരിപാടികളൊക്കെ അങ്ങ് തീർക്കാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുവിധപ്പെട്ട ഈ ഫുഡ് ഐറ്റംസിൻ്റെ പരിപാടികളൊക്കെ ഒരുവിധം നമുക്കൊന്ന് ഒതുങ്ങും. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുമ്പോൾ തൂക്കൽ, തുടക്കൽ, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആകെപ്പാടെ തന്നെ ടയേർഡാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കിട്ടാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളൊക്കെ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നതെന്ന് കമൻറ്റ് ഇടിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദേ സവാളയും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കുക്കറിൽ പെട്ടെന്നൊന്ന് ഒരു വിസിൽ കൊണ്ട് വേവിച്ചെടുക്കുന്ന രീതിയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഒരുപാട് മെനക്കെട്ട പണിയിൽ അങ്ങനെ മൂടുള്ളപ്പം മാത്രമേ ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ നമ്മൾ എല്ലാ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ ഒറ്റ ഇടിക്കിട്ടിട്ട് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങ് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വിസിൽ സിമ്മിലിടാവും കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് പിന്നെ കരിഞ്ഞു പോയിട്ട് എന്നെ പറയരുത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ചിനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ പച്ചക്കുട്ടിക്ക് ഒരു 2-3 പഴവും കൂടെ ഒന്ന് വാട്ടി കൊടുക്കാൻ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ പിന്നെ പഴവും കൂടെ ഒന്ന് വാട്ടി കൊടുത്തു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ നല്ല മുട്ട റോസ്റ്റ്, അതിൻ്റെ കൂടെ ചപ്പാത്തി, പിന്നെ നമ്മുടെ പഴം വാട്ടിയത്, പിന്നെ ഒരു ചായ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഒരു ഗിവ് അവേ ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് താഴത്ത് കൊണ്ട് നിങ്ങൾ ഷോർട്സ് വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നതാണ് ഗിവ് അവേയുടെ ലാസ്റ്റ് ഡേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വീണ്ടും